എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്ന സസ്യം നിലംപരണ്ടയാണ്. ആയുർവേദത്തിൽ നിരവധി ഔഷധ ഗുണമുള്ള ഒരു ദിവ്യ സസ്യമാണ് നിലംപരണ്ട. വയറിളക്കം, ദഹനക്കേട്, ചർമ്മരോഗങ്ങൾ, ആസ്മ, കരൾ രോഗങ്ങൾ എന്നിവയുടെ ചികിത്സയ്ക്കായി ഇത് സമൂലം ഉപയോഗിച്ചു വരുന്നു. നിലം പറ്റി വളരുന്ന ഒരിനം വള്ളിച്ചെടിയാണ് നിലംപരണ്ട. സന്ധിവേദനയ്ക്കും വാതത്തിനും ഇതിൻ്റെ ഇല ചതച്ച് നീരെടുത്ത് പുരട്ടാറുണ്ട്. നിലംപരണ്ടയുടെ ഇല ചതച്ച് നീരെടുത്ത് പുരട്ടുന്നത് മുറിവുകൾ ഉണങ്ങാനും ശരീരത്തിലുണ്ടാകുന്ന നീര് മാറാനും സഹായിക്കുന്നു. ദഹനക്കേട് മാറാനും വയറ് ശുദ്ധമാക്കാനും വയറ്റിലെ വിഷാംശം നീക്കം ചെയ്യാനും ഇത് ഉത്തമമാണ്. ചുമ, ആസ്മ എന്നിവയുടെ ശമനത്തിനായി ഇത് ഫലപ്രദമാണ്. നിലംപരണ്ടയിൽ നിന്ന് വേർതിരിച്ചെടുത്ത പോളിഫിനോളിക് മിശ്രണങ്ങൾക്ക് ശരീരകോശങ്ങളുടെ ആയുസ്സ് വർദ്ധിപ്പിക്കുവാനുള്ള ശേഷിയുണ്ട്. തീപ്പൊള്ളൽ കൊണ്ടുണ്ടാകുന്ന വ്രണങ്ങൾക്കും ഇത് ഉത്തമമാണ്. സ്ത്രീരോഗ ചികിത്സയിലും നിലംപരണ്ടയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. തൈറോയ്ഡ് രോഗങ്ങൾക്കും ഹോർമോൺ പ്രശ്നങ്ങൾക്കും നിലംപരണ്ട ചമ്മന്തി അല്ലെങ്കിൽ നീര് വളരെ ഫലപ്രദമാണ്. നിലംപരണ്ടയുടെ നീര് ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ചേർത്ത് കാച്ചി തലയിൽ പുരട്ടുന്നത് മുടി സമൃദ്ധമായി വളരാൻ സഹായിക്കും. കൂടാതെ ഇത് തലയിലെ നീര് വീഴ്ച തടയാനും ഉത്തമമാണ്. നിലംപരണ്ട മഞ്ഞൾ ചേർത്ത് കാച്ചി ശരീരത്തിൽ പുരട്ടുന്നത് ശരീരത്തിലുണ്ടാകുന്ന പാടുകൾ മാറാൻ ഉപകാരപ്രദമാണ്. എട്ടുകാലി, പഴുതാര, തേൾ മുതലായവയുടെ കടിയേറ്റാൽ നിലംപരണ്ടയും തുളസിയിലയും ഒരു ചെറിയ കഷ്ണം പച്ചമഞ്ഞളും അരച്ച് പുരട്ടുന്നത് വളരെ നല്ലതാണ്. നിലംപരണ്ട സമൂലമെടുത്ത് പച്ചമഞ്ഞൾ ചേർത്തരച്ച് മുഖത്ത് പുരട്ടുന്നത് മുഖകാന്തി വർദ്ധിക്കാൻ ഉത്തമമാണ്. മുഖത്തുണ്ടാകുന്ന അമിതമായ രോമ വളർച്ച തടയാനും സഹായിക്കുന്നു. അതുപോലെ തന്നെ നിലംപരണ്ട വെരിക്കോസ് വെയിന് ഉത്തമമാണ്. ലിവർ സിറോസിസിൻ്റെ ചികിത്സയ്ക്ക് നിലംപരണ്ട നാട്ടുചികിത്സകളിൽ പരമ്പരാഗതമായി ഉപയോഗിക്കാറുണ്ട്. നിലംപരണ്ടയുടെ ഇലകൾ നന്നായി അരച്ച് വെരിക്കോസ് വെയിൻ മൂലം നീരും വേദനയുമുള്ള ഭാഗങ്ങളിൽ പുരട്ടുന്നത് ആശ്വാസം നൽകും. ആയുർവേദ വിധിപ്രകാരം ഇതിൻ്റെ ഇലകളും തണ്ടും ചേർത്തുണ്ടാക്കുന്ന കഷായം രക്തയോട്ടം മെച്ചപ്പെടുത്താനും ഞരമ്പുകളിലെ തടിപ്പും നീരും കുറയ്ക്കാനും ഉപയോഗിക്കുന്നു. നിലംപരണ്ടയെക്കുറിച്ചുള്ള വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.